faces. Out of the 6 faces, 4 are in lengthwise. അല്ലെ ലെങ്ത്വൈസിലാണ് 4 ഫേസ് ഉള്ളത് ആൻഡ് 2 along the widthwise. അല്ലെ ബാക്കിയുള്ള 2 ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ widthwise ആണ് and the 4 faces are lengthwise and the 2 faces are widthwise, that you know. So what is mean by structure എന്ന് പറഞ്ഞാൽ the length. Okay, if the brick is placed in lengthwise, that is known as structure phase. ഈ ഒരു ഫേസ് കണ്ടില്ലേ, നീളത്തിലുള്ള ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, along the length, the face along its length is known as എന്താ പറയുന്നത് സ്ട്രക്ചർ. അപ്പൊ ഈ along the length ആണെങ്കിൽ called it as the face along its length is called it as structure. Okay, so this is known as structure. Stretchia, that is all. Structure. This is known as structure. And we can discuss about header. So you can see a brick here. You can see a brick. ഈ ബ്രിക്കിന്റെ ഇത് നോക്കുക നിങ്ങൾ. You can see a brick. That is on the widthwise അല്ലെ, ഇത് widthwise-ലാണ് വെച്ചേക്കുന്നത്. That is on the widthwise. So that is known as header. This is known as header. Okay, the brick has 6 faces. 4 are lengthwise and 2 faces are on widthwise. So the lengthwise face is known as structure and the widthwise face is known as header. Head, tala. Okay, header. Matters called as structure. Clear ആയില്ലേ what is meant by header and structure in a brick? Widthwise ആണെങ്കിൽ we called it as header. Lengthwise we called it as structure. Okay, clear? Okay. So that is brick. And next we can speak about the brick bond. So what is mean by brick bond? Bond എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ബ്രിക്ക് വെറുതെ ഇങ്ങനെ അടക്കി വെക്കുന്നതല്ല. ദാറ്റ് ഇസ് എൻ ആർട്ട്. ഒരു ആർട്ടാണ് ശരിക്കും ബ്രിക്ക് വർക്ക് എന്ന് തന്നെ പറയുന്നത്, ബ്രിക്ക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രിക്സിനെ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൾഡ് ആസ് ബ്രിക്ക് ബോണ്ട്. Arrangement of brick in different layers is known as brick bond. Okay, ഈ ബ്രിക്കിനെ നമ്മൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ലെയർ വൈസ് ആയിട്ട്. അപ്പൊ ഇതൊരു ബ്രിക്ക് ബോണ്ട് ആണ്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ദിസ് ഈസ് എ ബ്രിക്ക് ബോണ്ട്. സോ ക്ലിയർ എന്ന് വിചാരിക്കണം. ബ്രിക്ക് മേസൺറി എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് വർക്ക്. ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കൺസ്ട്രക്ഷനും വി കോൾഡ് ഇറ്റ് ആസ് ബ്രിക്ക് മേസണറി. ബ്രിക്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ആർട്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ ബ്രിക്ക് കൺസ്ട്രക്റ്റഡ് യൂസിങ് ബ്രിക്ക് എന്താ ബൈ ലെയർ ലെയറിൽ നമ്മൾ ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇസ് നോൺ ആസ് അറേഞ്ച്മെന്റ് ഓഫ് ബ്രിക്ക് ഇൻ ലെയർ ബൈ ലെയർ ഇസ് നോൺ ആസ് ബ്രിക്ക് ബോണ്ട്. ദിസ് എ ബ്രിക്ക് ബോണ്ട്. ബ്രിക്ക് ബോണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് there are different types of bond. പല ടൈപ്പ് ബോണ്ട് ഉണ്ട്. യു ക്യാൻ സി. സോ നമുക്ക് പഠിക്കാം അതിനെ കുറിച്ച്. there are so many types of bonds are there, different. Okay, we can arrange അല്ലെ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് we can arrange the brick. So depending upon the arrangement we call it as there are so many bonds. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിൻലി we can speak about the English bond and Flemish bond. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കാം. സോ ദിസ് ഈസ് നോൺ ആസ് എ ബ്രിക്ക് ബോണ്ട്. സോ ഒരു ബ്രിക്ക് ബോണ്ട് നന്നാവണമെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആവണമെങ്കിൽ there is a condition known as vertical joint not be aligned in the same vertical line. So you can see what is mean by vertical joint and all. So ഇത് നോക്ക്, this is known as horizontal joint അല്ലെ. ഈ ജോയിന്റ് പറയുന്ന പേരാണ് horizontal joint. ഈ ജോയിന്റ് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, is known as vertical joint. You know അല്ലെ, this is horizontal joint അല്ലെ, this is horizontal joint and this is vertical joint for the case of a brick. So if a bond is stable ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ, the condition is എന്താ ബ്രിക്ക് ബോണ്ടിന്റെ സ്റ്റേബിൾ ആവണമെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഇത് നോക്കാം നിങ്ങൾ, ഇതൊക്കെ വെർട്ടിക്കൽ ജോയിന്റ് ആണ് കണ്ടില്ലേ. ഈ വെർട്ടിക്കൽ ജോയിന്റ് ഒരിക്കലും സെയിം വെർട്ടിക്കൽ ലൈനിൽ വരാൻ പാടില്ല. അതായത് സെയിം വെർട്ടിക്കൽ ലൈനിൽ വരാൻ പാടില്ല. ഓക്കെ, ബ്രിക്ക് ബോണ്ടിന്റെ വെർട്ടിക്കൽ ജോയിന്റ് നോട്ട് കം ഇൻ എ വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരിക്കലും ഒരു വെർട്ടിക്കൽ ലൈനിൽ വരാൻ പാടില്ല. നിങ്ങൾ നോക്കുക, അവിടെ എവിടെയെങ്കിലും വെർട്ടിക്കൽ ലൈനിൽ വരുന്നുണ്ടോ നോക്കുക. ഇതിപ്പോ ഇത് നോക്കാണ്, പക്ഷെ ഇതിന്റെ താഴെയുള്ള ബ്രിക്കിന്റെ ജോയിന്റ്സ് വരുന്നില്ല. ഓക്കെ, വെർട്ടിക്കൽ ജോയിന്റ് ഈസ് നോട്ട് കമ്മിങ് ഇൻ എ വെർട്ടിക്കൽ ലൈൻ. നിങ്ങൾക്ക് കാണാം അല്ലേ, വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരിക്കലും ഒരു വെർട്ടിക്കൽ ലൈനിൽ വരാൻ പാടില്ല. സോ ആ ബോണ്ട് എന്താവും,
failure. So this is the condition of a brick bond. ഒരു brick bond നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്താ? ഓക്കെ, വെർട്ടിക്കൽ joint not come in a vertical line. കണ്ടില്ലേ, വെർട്ടിക്കൽ ജോയിന്റ് ഒരിക്കലും ഒരു വെർട്ടിക്കൽ ലൈനിൽ വരാൻ പാടില്ല. നമുക്ക് ഇവിടെ കാണാം, എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വെർട്ടിക്കൽ ലൈനിൽ വരുന്നത്? ഇല്ല, ഇത് വെർട്ടിക്കൽ ലൈനിലല്ല വരുന്നത്, ഇങ്ങനത്തെ ഒരു ഇതുപോലെയാണ് വരുന്നത് അല്ലെ, ജോയിന്റ്സ് കംപ്ലീറ്റ് ആയിട്ട്. ഒരിക്കലും ഒരു ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല, കാരണം അത് ക്രാക്ക് വീഴാനുള്ള ചാൻസ് കുറച്ചുകൂടി കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ ടു ഫോം ക്രാക്സ് ഓൺ ദ brick work. So clear ആയി വിചാരിക്കുന്നു what is mean by structure and what is mean by header and all. Joint, you know what is mean by joint. And one more thing is known as what is mean by course. Course എന്ന് പറഞ്ഞാൽ horizontal layer of brick is known as course. നമ്മൾ ലെയർ എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ലെയർ എന്ന് ഒരിക്കലും നമ്മൾ ബ്രിക്കിൽ പറയാറില്ല. We call it as a course of work. ഫസ്റ്റ് ലെയർ ബ്രിക്ക് വെച്ചാൽ we say that is the first course of brick work. സെക്കൻഡ് ലെയർ നമ്മൾ പ്ലേസ് ചെയ്താൽ we called it as second course of the brickwork. Third layer we are placing, then it is called as third course of brickwork. Okay, I think you are clear what is meant by course. Horizontal layer എന്ന് പറയുന്ന പേരാണ് is known as course എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കുക, ഈ ഫിഗർ നിങ്ങൾ നോക്കാട്ടാ. ഓക്കെ, so you can see first layer, second layer, third layer, fourth layer, fifth layer, sixth layer, seventh, eighth, and so on. So the first layer is known as the first course, and the second layer of brickwork is known as second course, and the third layer of brickwork is known as third course. Likewise, okay. So നമുക്കറിയാം ഓരോ കോഴ്സിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? What is the height of each course? What is the height of each course? ഒരു കോഴ്സിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? പറയൂ. എടാ, ഓരോ കോഴ്സിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഞാൻ പറഞ്ഞതല്ലേ ബ്രിക്കിന്റെ സൈസ്. ലെങ്ത്തില് ഇറ്റ് ഹാവിങ് എ സൈസ് ഓഫ് 20 സെന്റിമീറ്റർ അല്ലെ. നമ്മളിപ്പോ ഇനിയിപ്പോ ബ്രിക്ക് ബോണ്ടിലേക്ക് കിടക്കാണ്, അപ്പൊ നമ്മള് നോമിനൽ സൈസ് എന്ന് പറയാം, നോട്ട് സ്റ്റാൻഡേർഡ് സൈസ്. സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് 20 സെന്റിമീറ്റർ. സോ വാട്ട് ഈസ് ദിസ്? എത്രയാ ബ്രിക്കിന്റെ വിഡ്ത്ത് എത്രയാ പറഞ്ഞത്? 10 സെന്റിമീറ്റർ. ഓക്കെ, സോ ദ വിഡ്ത്ത് ഓഫ് ദ ബ്രിക്ക് ഈസ് 10 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഈസ് 20 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ ഒരു ലെയർ ബ്രിക്കിന്റെ തിക്നെസ് എത്രയായിരിക്കും? അപ്പൊ 1 ലെയർ അല്ലെങ്കിൽ 1 കോഴ്സ് ബ്രിക്ക് തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. ഓക്കെ, തിക്നെസ് നോട്ട് ഹൈറ്റ്. 1 കോഴ്സിന്റെ ഹൈറ്റ് എത്രയാ? 10 സെന്റിമീറ്റർ. 2 കോഴ്സ് ആകുമ്പോഴോ 20 സെന്റിമീറ്റർ. 3 കോഴ്സ് ആകുമ്പോഴോ 30 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അറിയാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കോഴ്സ് ബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് ഫസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 10. സെക്കൻഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 20. തേർഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാ? 30. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. യു ക്യാൻ റെസ്പോണ്ട് ഇൻ യുവർ ചാറ്റ് ബോക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ഒരു 70 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള വാൾ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, വി ആർ പ്ലാനിങ് ടു കൺസ്ട്രക്ട് എ 70 സെന്റിമീറ്റർ ഹൈറ്റ് ബ്രിക്ക് വാൾ. സോ ഹൗ മെനി കോഴ്സ് ഈസ് ദാറ്റ്? എത്ര കോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ലെയർ ഓഫ് ബ്രിക്ക് ഉണ്ടാവും? ചാറ്റ് ബോക്സിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ ഈസ് 70 സെന്റിമീറ്റർ, then how many course required? എത്ര കോഴ്സ് വേണ്ടി വരും? പറയൂ. ഹലോ, അറിയില്ലെന്ന് പറയേ. 7. ഓക്കെ, ഗുഡ്. അതായത് ഗുഡ്. ഓക്കെ, സോ യു നോ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു കോഴ്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. വി ആർ പ്ലാനിങ് ടു കൺസ്ട്രക്ട് എ കോഴ്സ് ഹൈറ്റ് ഓഫ് 70 സെന്റിമീറ്റർ എങ്കിൽ we need 7 courses of brickwork. So നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ വി ക്യാൻ ഡിസ്കസ്
Okay, so കണ്ടില്ലേ, here you can see they are writing 1 2 3 4 first course, second course, third course, fourth. Okay, okay. So നമുക്ക് ഇനി അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാൻ എന്താണ്. So you know what is course, what joint എന്ന് പറയുന്നത് എന്താ? ആ ബ്രിക്കിന്റെ ഇടയിലുള്ള ഇതിനെ പറയുന്നതാണ് we known as joints. There are vertical joints as well as horizontal joints. നമുക്കറിയാം അല്ലേ, ബ്രിക്കിന് horizontal header എന്ന് പറഞ്ഞാൽ width wise is known as header. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് വൈസ് ഉള്ള ഫേസിനെ പറയുന്ന പേരാണ് സ്ട്രക്ചർ. ബോണ്ട് എന്ന് പറയുന്നത് എന്താ? അത് അറേഞ്ച്മെന്റ് ഓഫ് ബ്രിക്ക് ഇൻ ലെയേഴ്സ് ഈസ് നോൺ ആസ് ബ്രിക്ക് ബോണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. ബ്രിക്ക്, വാട്ട് ഈസ് മീൻ ബൈ ബ്രിക്ക്? ബ്രിക്ക് നമുക്ക് അറിയാം. വാട്ട് ആർ ദ ഡിഫറെന്റ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ 3 ഫിഗേഴ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബ്രിക്ക് ആണ്. സോറി, നമുക്ക് ബാറ്റിനെ കുറിച്ച് ഈ ഫിഗർ നോക്കാട്ടോ. വി ആർ ഡിസ്കസിങ് അബൌട്ട് ബാറ്റ്. സോ ഒരു ബ്രിക്കിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. നമ്മൾ അതിനെ 2 ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാണ് അലോങ് ഇറ്റ്സ് വിഡ്ത്ത്. വി ആർ കട്ടിങ് ദ ബ്രിക്ക് ഇൻടു 2 ഈക്വൽ പീസസ് അലോങ് ഇറ്റ്സ് വിഡ്ത്ത്. ഇങ്ങനെ 2 പീസായിട്ട് നമ്മൾ മുറിച്ചു. സോ അപ്പോൾ നമുക്കറിയാം ഒരു ബ്രിക്കിന്റെ ലെങ്ത് എത്രയായി? 20 സെന്റിമീറ്റർ ആണ്, 20 സെന്റിമീറ്റർ ആണ് ഒരു ബ്രിക്കിന്റെ ലെങ്ത്. നമ്മൾ അതിനെ 2ആയി കട്ട് ചെയ്തു. അപ്പൊ ഒരു ബ്രിക്കിന്റെ തിക്നെസ്, ആ കട്ട് ചെയ്ത പീസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? 10 സെന്റിമീറ്റർ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹാഫ് ബാറ്റ്. മനസ്സിലായോ? അതായത് അരിഷ്ടിക എന്ന് പറയില്ലേ നമ്മള്, ലോക്കലി വി സ്പീക്കിംഗ് ആസ് അരിഷ്ടിക എന്നൊക്കെ പറയും. ഇഷ്ടിക 2ആയി ഓടിഞ്ഞിട്ട് അരിഷ്ടിക. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഹാഫ് ബാറ്റ്. 3/4 ബാറ്റ് എന്ന് പറഞ്ഞാൽ മുക്കാൽ ഇഷ്ടിക. അതായത് ഇഷ്ടിക 20 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 15 സെന്റിമീറ്റർ ഉള്ളുവെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് എന്താ? 3/4 ബാറ്റ്. ഓക്കെ, വി കോൾഡ് ഇറ്റ് ആസ് 3/4 ബാറ്റ്. ആൻഡ് ഇപ്പൊ ഒരു കാലിഷ്ടിക ഉള്ളൂ, അതായത് എത്രയാ? 5 സെന്റിമീറ്റർ തിക്നെസ് ലെങ്ത് ഉള്ള ഒരു ബ്രിക്കാണ്. സോ വി കോൾഡ് ഇറ്റ് ആസ് എന്താ? ക്വാർട്ടർ ബാറ്റ്. ക്വാർട്ടർ ക്ലോസർ എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് അതൊന്നും അറിയാക്കണ്ട. വി കോൾഡ് ഇറ്റ് ആസ് 3/4 ബാറ്റ്, ക്വാർട്ടർ ബാറ്റ് ആൻഡ് ഹാഫ് ബാറ്റ്. ഫുൾ ബ്രിക്കിന് വി കോൾഡ് ആസ് ബ്രിക്ക്. അതിന് അരയണി ഹാഫ് ഉള്ളെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് ഹാഫ് ബാറ്റ്. മുക്കാലുള്ളെങ്കിൽ 3/4 ബാറ്റ്. കാഭാഗമുള്ളെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് ക്വാർട്ടർ ബാറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ദ ബാറ്റ്. ബാറ്റ് എന്ന് ക്ലിയർ ആയില്ലേ? ബാറ്റ് എന്തെന്ന് ക്ലിയർ ആയില്ലേ? വാട്ട് ഇസ് മീൻ ബൈ ബാറ്റ്? If the length of the bat is equal to the half of the length of the original brick is known as half bat. അതായത് ബ്രിക്കിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ഉള്ളുവെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് ഹാഫ് ബാറ്റ്. If the length of the brick 15 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് 3/4 bat. Okay, there is beveled bat. Beveled bat എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലിനേഷൻ. That is not an important thing. നമുക്ക് ഹാഫ് ബാറ്റ് പഠിക്കണം, 3/4 ബാറ്റ് ആൻഡ് ക്വാർട്ടർ ബാറ്റ്. ഓക്കെ, അപ്പൊ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ക്ലോഷർ. ഓക്കെ, ക്ലോസർ എന്ന് പറയും, കിങ് ക്ലോസർ, ക്യൂൺ ക്ലോസർ എന്നൊക്കെ പറയും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു നമ്മളൊരു ബ്രിക്കിന്റെ vertical joint അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. We are constructing a brick bond. There is no എന്താ vertical joints ഒന്നും സെയിം vertical ലൈനിൽ വരാൻ പാടില്ല, നമുക്കറിയാം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് in order to avoid the vertical joints coming in the same vertical line, we are using closer. Closer നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ക്ലോസർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, ക്യൂൻ ക്ലോസർ ആൻഡ് കിങ് ക്ലോസർ. ഓക്കെ, കിങ് ക്ലോസർ ഉണ്ട്, ക്യൂൻ ക്ലോസർ ഉണ്ട്. അപ്പൊ ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കാട്ട, കണ്ടില്ലേ? ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ ബ്രിക്കിനെ നമ്മൾ ലെങ്ത് വൈസ് കട്ട് ചെയ്യാം. സോറി, കണ്ടോ? സെക്കൻഡ് ഫിഗർ കാണാം. ഫസ്റ്റ് ഫുൾ തേർഡ് ഫിഗർ നിങ്ങൾ നോക്കണ്ട, നമുക്ക് രണ്ടെണ്ണം ആകെ ഇത് പഠിച്ചാൽ മതി. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് ഒരു ഫുൾ ബ്രിക്ക് കാണാം. നമ്മൾ അതിനെ ലെങ്ത് വൈസിൽ 2ആയിട്ട് കട്ട് ചെയ്തു. വി ആർ കട്ടിംഗ് ദ ബ്രിക്ക് ഇൻടു 2 അലോങ് ഇറ്റ്സ് ലെങ്ത് വൈസ്. ദാറ്റ് ഈസ് നോൺ ആസ് ക്യൂൻ ക്ലോസർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബാറ്റ് പഠിച്ചു. ബാറ്റ്
ഹാഫ് ബാറ്റ്, 3/4 ബാറ്റ്, ക്വാർട്ടർ ബാറ്റ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്യൂൻ ക്ലോസർ. ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത് ലെങ്ത് വൈസിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് ആസ് ക്യൂൻ ക്ലോസർ. വി ആർ കട്ടിങ് എ ബ്രിക്ക് അലോങ് ഇറ്റ്സ് ലെങ്ത് ഈസ് നോൺ ആസ് ക്യൂൻ ക്ലോസർ. ക്ലിയർ ആയില്ലേ? ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവില്ല. ഇഷ്ടിക്കാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അലോങ് ഇറ്റ്സ് ലെങ്ത്, അലോങ് ഇറ്റ്സ് വിഡ്ത്ത് ആണെങ്കിൽ ഹാഫ് ബാറ്റ് ആവും, അലോങ് ഇറ്റ്സ് ലെങ്ത് ആണെങ്കിൽ ഇറ്റ് ഈസ് ക്യൂൻ ക്ലോസർ. ആൻഡ് നെക്സ്റ്റ് ഈസ് കിങ് ക്ലോസർ. അപ്പൊ കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ വി ആർ കട്ടിങ് എ ബ്രിക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു ട്രയാങ്കുലർ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് കിങ് ക്ലോസർ. അപ്പൊ അത് കട്ട് ചെയ്തതിന് ഒരു ഇതുണ്ട്, അതായത് നമ്മുടെ എന്താ ഈ ഹെഡർ ഫേസിന്റെയും സ്ട്രെച്ചർ ഫേസിന്റെയും പകുതി നിന്നായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഹെഡർ. ഇതാണ് ഹെഡർ, ഇതാണ് സ്ട്രെച്ചർ ഫേസ്, അല്ലെങ്കിൽ ഇതാണ് സ്ട്രെച്ചർ ഫേസ് വരുന്നത്. അപ്പൊ ഈ ഹെഡറിന്റെ നേർപകുതി ഒരു മാർക്ക് ചെയ്യുക, അതുപോലെ സ്ട്രെച്ചറിന്റെ നേർപകുതിയിൽ ഒരു മാർക്ക് ചെയ്യുക. ദെൻ ഒരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് കളയാം. Then this is known as queen closer. Okay, so clear ആയി വിചാരിക്കുന്നു what is meant by queen closer. Cutting out a triangle from a brick is known as queen closer. So എങ്ങനെ കട്ട് ചെയ്യേണ്ടത്, ഹാഫ് വിഡ്ത്തിലും ഹാഫ് ലെങ്ത്തിലും ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. That is known as king closer. And also we can discuss about the beveled closer also. That is not an important thing, but ഒന്ന് അറിഞ്ഞിരിക്കുക. ബിവൽഡ് ക്ലോസർ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ബിവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ, ബിവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഹെഡർ, ഹെഡർ, ഹെഡറിന്റെ സെന്ററും സ്ട്രക്ചറിന്റെ ഫുള്ളും എടുത്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റാം. ബ്രിക്കിന്റെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റുന്നതിനാണ് പറഞ്ഞത് കോൾഡ് ആസ് ബിവൽഡ് ക്ലോസർ. കോൾഡ് ആസ് ബിവൽഡ് ക്ലോസർ. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. അത്രയൊക്കെ ഇതിന്റെ അറിഞ്ഞിരുന്നാൽ മതി. ക്ലോസർ, ക്യൂൻ ക്ലോസർ, കിങ് ക്ലോസർ, ബാറ്റ്. ഓക്കെ, ഇനി ഒരു ടേം കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ലാപ്പ്. ലാപ്പ് എന്ന് പറഞ്ഞാൽ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെർട്ടിക്കൽ ജോയിന്റ് ഇൻ ആൾട്ടർനേറ്റ് ലെവൽ, ആൾട്ടർനേറ്റ് കോഴ്സ് ഈസ് നോൺ ആസ് ലാപ്പ്. അതായത് ഇതാണ് ഇത് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്. അപ്പൊ ഇതിന് തമ്മിലുള്ള വെർട്ടിക്കൽ ജോയിന്റ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. Okay, this is a course. Okay, this is a course. This is a course. What is meant by lap എന്ന് പറഞ്ഞാൽ ഇതൊരു വെർട്ടിക്കൽ ജോയിന്റ് ആണ് അല്ലെ, ഇതൊരു വെർട്ടിക്കൽ ജോയിന്റ് ആണ്. ഇത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാ, കോൾഡ് ആസ് ലാപ്പ്. Okay, the horizontal distance between two vertical joints is known as എന്താ പറയുന്നത്, ലാപ്പ്. ക്ലിയർ ആയില്ലേ? ലാപ്പ് എന്താന്ന് ക്ലിയർ അല്ലേ? ദിസ് ഇസ് നോൺ ആസ് ലാപ്പ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോൺ ആസ് ലാപ്പ്. ക്ലിയർ അല്ലേ? ലാപ്പ് എന്ന് പറഞ്ഞാൽ the horizontal distance between two vertical joint is known as in alternate level, alternate layer അല്ലെങ്കിൽ alternate course is known as lap. അപ്പൊ ഇവിടെ നമുക്ക് ലാപ്പ് കാണാം, കണ്ടില്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയാം ലാപ്പ്. ഇവിടെ ലാപ്പ് നമുക്ക് കാണാം. Okay, we can see the lap. This is known as lap. This is known as lap. Okay, അപ്പൊ എപ്പോഴും നമ്മൾ ബ്രിക്ക് ബോണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലാപ്പ് വേണം. ലാപ്പ് ഇല്ലാതിരിക്കാൻ പാടില്ല. ലാപ്പ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ, എല്ലാ ലെയറും സെയിം വെർട്ടിക്കൽ ലൈനിൽ വരാം. സോ അത് ഫെയിൽ ആവും. എപ്പോഴും വാല്യൂ ഫോർ എ ലാപ്പ്, ലാപ്പിന് ഒരു വാല്യൂ വേണം. അപ്പൊ പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും ലാപ്പിന്റെ വാല്യൂ ഒക്കെ ഉണ്ടാവുക. അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇത്ര മതി. സോ വാട്ട് ഈസ് മീൻ ബൈ ലാപ്പ്, ക്ലിയർ ആയില്ലേ? ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡിഫറെന്റ് ബോൺസ് ഇൻ ബ്രിക്ക്. നെക്സ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ബോൺസ് ഇൻ. Okay, so we can discuss about what are the different bones in brick. What are the different bones in brick masonry? Okay, what are the different bones in brick masonry? There are so many bones. We can discuss only the first four: header bone, structure bone, English bone, and Flemish bone. Header bone, structure bone, English bone, and Flemish bone. Okay, we can discuss only about this four bone: header bone, structure bone, English bone, and Flemish bone. അപ്പോൾ എക്സാമിനേഷനിൽ ചോദിക്കും, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ ഒക്കെ വരയ്ക്കാൻ പറയും. ഫിഗർ ഒക്കെ വരയ്ക്കണം, നമുക്ക് പിന്നീട് പഠിക്കാം. ഫസ്റ്റ് അതിന്റെ ഈ ബോണ്ട് എന്താ നമുക്ക് ക്ലിയർ ആവാം. ഹെഡർ ബോൺ, സ്ട്രക്ചർ ബോൺ, ഇംഗ്ലീഷ് ബോണ്ട്, ആൻഡ്
ഫ്ലെമിഷ് ബോണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. 1 brick thickness എന്ന് പറഞ്ഞു വിചാരിക്കാം. ഒരു ചുമര്, ഒരു വാള്, that thickness is 1 brick thickness എന്ന് പറഞ്ഞാൽ what is the thickness of that brick wall? ഒരു ചുമരുണ്ട്, ആ ചുമരിന്റെ തിക്നെസ് ഒരു ബ്രിക്ക് കനത്തിലാണെന്ന് പറഞ്ഞാൽ, ഒരു ബ്രിക്ക് കനത്തിലാണെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ തിക്നെസ്? ഒരു ബ്രിക്കിന്റെ ലെങ്ത് എത്രയാ? 20 സെന്റിമീറ്റർ. ഓക്കെ, 1 brick wall എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ തിക്നെസ്. മനസ്സിലായോ? വാളിന്റെ തിക്നെസ്, ചുമരിന്റെ തിക്നെസ്. ഇവിടെ നോക്കുക, നമുക്ക് നമ്മൾ വാള് കൺസ്ട്രക്ട് ചെയ്യുന്നതല്ല, അപ്പൊ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇത്, ഈ ഒരു വാല്യൂ ഇല്ലേ, തിക്നെസ് എന്ന് പറയുന്നത്. ഈ we called it as 1 brick thickness. അതിന്റെ മീനിങ് എന്താ? The thickness of the wall is 20 centimeter. If we are saying that the wall thickness is 2 brick thick, വാളിന്റെ തിക്നെസ് 2 brick thickness എന്ന് പറഞ്ഞാൽ, ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ? 20 സെന്റിമീറ്റർ. 2 brick എന്ന് പറഞ്ഞാൽ എത്രയാ? 40 സെന്റിമീറ്റർ തിക്നെസ് ആയിരിക്കും. ചുമരിന് ഉണ്ടാവുന്നത് 40 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മുടെയൊക്കെ വീടിന്, ഓക്കെ, നമ്മളൊക്കെ താമസിക്കുന്ന വീടിന്റെ ബ്രിക്ക് വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 brick wall ആണ്. ഓക്കെ, 1 brick wall thickness ആണ്, അതായത് 20 സെന്റിമീറ്റർ ആണ്. നിങ്ങളൊന്ന് വെറുതെ അളന്ന് നോക്കുക, ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നോർമലി സാധാരണ നമ്മുടെ വീടിന്റെ ഒക്കെ വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 1 brick wall thickness. ഓക്കെ, 1 brick wall thickness, that is 20 സെന്റിമീറ്റർ. ഓക്കെ, 2 wall thickness എന്ന് പറഞ്ഞാൽ എത്രയാ? 40 സെന്റിമീറ്റർ. അതൊന്നും നമ്മുടെ വീടുകൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പഴയ സ്കൂളുകൾ പഴയ സ്കൂളുകൾക്കൊക്കെ അത് കാണാം, 40 സെന്റിമീറ്റർ തിക്നെസ് ഒക്കെ കാണാൻ പറ്റും. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. If they are saying that 1.5 brick thickness, 1.5 thick brickness എന്ന് പറഞ്ഞാൽ what is the thickness of the wall? 1 brick thickness 20 സെന്റിമീറ്റർ, 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 സെന്റിമീറ്റർ ആയിരിക്കും brick wallന്റെ thickness. If they are saying that half brick thickness എന്ന് പറഞ്ഞാൽ wallന്റെ thickness എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. If they are saying the wall thickness is half brick, then the thickness of the brick wall is equal to 10 centimeter. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. So we can say about the header. So you know what is header and all. Header എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡർ ഫേസ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഫേസ് അല്ലേ? നമുക്കറിയാം ഒരു ബ്രിക്കിന് there are 6 faces, 4 സ്ട്രക്ചറും 2 ഹെഡർ. അതായത് വിഡ്ത്ത് വൈസ് ഉള്ള ഫേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് ആസ് ഹെഡർ. അപ്പൊ ഇതിന്റെ തിക്നെസ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ഇതിന്റെ വിഡ്ത്ത് എത്രയാ? അതും 10 അല്ലേ? സോ ദിസ് ഇസ് നോൺ ആസ് എ ഹെഡർ. ഹെഡർ. അപ്പൊ ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഹെഡർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഞാൻ അതിന്റെ ഫിഗർ, നല്ല ഫിഗർ ഒക്കെ കാണിച്ചു തരാം. ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമുക്ക് കാണാം എന്താ? കൂടുതലും സ്ട്രക്ചർ ആണ് അല്ലെ, ഇടയ്ക്ക് ഹെഡർ വരുന്നുണ്ട്. ഓക്കെ, ഹെഡറും, അപ്പൊ അതായത് ഹെഡർ മാത്രമേ ഉള്ളൂ, അതായത് എന്താ, ഈ ഇത് മാത്രം കാണുന്നുള്ളെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് എന്താ? ഹെഡർ ബോൺ. ഫിഗർ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഹെഡർ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ, ആ ബ്രിക്ക് വാളിന്റെ തിക്നെസ്. ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ നോക്കുക, അതായത് ലെങ്ത് വൈസ് ഉള്ളത് വല്ലതും കാണാനുണ്ടോ? എല്ലാം വിടുത്തല്ലേ? 10 സെന്റിമീറ്ററിലെല്ലാം നിങ്ങൾ നോക്കുക, ഓൾ ആർ 10 സെന്റിമീറ്റർ. നോക്കുക, അതൊക്കെ 10 സെന്റിമീറ്റർ അല്ലേ? 20 സെന്റിമീറ്ററിന്റെ ബ്രിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ എവിടെയെങ്കിലും? ഇല്ല, എല്ലാം 10 സെന്റിമീറ്റർ തിക്ക്. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താ? ഹെഡർ ആണെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് ഹെഡർ ബോൺ. ക്ലിയർ ആയില്ലേ? എന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡർ അല്ലേ? ഹെഡർ മാത്രമല്ലേ കാണുന്നുള്ളൂ അല്ലെ? വിഡ്ത്ത് വൈസ് ഉള്ള ഫേസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. സോ വി കോൾഡ് ഇറ്റ് ആസ് ഹെഡർ ബോൺ. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ഹെഡർ ബോൺ. ഇത് അതിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ വ്യൂ ഇത് നമുക്ക് പഠിക്കണ്ട, ഐസോമെട്രിക് വ്യൂ ഒന്നും പഠിക്കണ്ട. അപ്പൊ നമുക്കറിയാം ഹെഡർ കിട്ടണമെങ്കിൽ ബ്രിക്ക് ഇങ്ങനെ വെക്കണം അല്ലെ? നമുക്ക് നോക്കാം, നീളത്തിൽ ഇങ്ങനെ വെക്കണം, അപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഇത് എത്രയാ? 1 വാൾ തിക്നെസ് ആണ്, അല്ലെങ്കിൽ 1 brick wall thickness ആണ്. 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതിന്റെ പ്ലാൻ ഫ്രണ്ട് വ്യൂ ആണ് എക്സാമിനേഷൻ ചോദിക്കുക. പ്ലാൻ ആൻഡ് ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കുക. ഇതിന്റെ പ്ലാനും ഫ്രണ്ട് വ്യൂ ആണ് സാധാരണ എന്ത് ചെയ്യുക? എക്സാമിനേഷൻ ചോദിക്കുക, അല്ലെങ്കിൽ എലിവേഷൻ. അപ്പൊ ദിസ് ഇസ് എലിവേഷൻ ആൻഡ് ദിസ് ഇസ് പ്ലാൻ. പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ കോഴ്സുകൾ, പല കോഴ്സുകളുടെയും പ്ലാൻ വരയ്ക്കണം. ഈവൺ കോഴ്സും ഓഡ് കോഴ്സിന്റെയും പ്ലാൻ സെപ്പറേറ്റ് നമ്മൾ വരയ്ക്കും. കാരണം പല ബോണ്ടിലും പല കോഴ്സും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ
E1 കോഴ്സിന്റെ പ്ലാനും, അതായത് ഫസ്റ്റ് കോഴ്സ്, തേർഡ് കോഴ്സ്, ഫിഫ്ത്ത് കോഴ്സ്, അങ്ങനെ അവരോട് എഴുതിയേക്കുന്നത് തെറ്റാണ്. ആൻഡ് E1 എന്ന് പറയുമ്പോൾ 2, 4, 6, 8, 10 അതുപോലെ വരയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് നോൺ ആസ് ദ ഹെഡർ ബോണ്ട്. ഓക്കെ, ഹെഡർ ആയിരിക്കും കംപ്ലീറ്റ് കാണുന്നത്, ഹെഡർ ഫേസ് ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ഹെഡർ ബോണ്ട്. ആൻഡ് ഹെഡർ ബോണ്ടിന്റെ നമുക്കറിയാം ഇത് 10 സെന്റിമീറ്ററിന് എല്ലാ ബ്രിക്കും അല്ലേ. അപ്പൊ 10 സെന്റിമീറ്റർ മാത്രം നമ്മൾ ഇങ്ങനെ ബ്രിക്ക് അടക്കി വെക്കുമ്പോൾ എന്തായാലും അവിടെ എന്തുണ്ടാവും, വെർട്ടിക്കൽ ജോയിന്റ്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, 10 സെന്റിമീറ്ററിൽ ഇങ്ങനെ അടക്കി വെക്കണം, അതിന്റെ മുകളിലും ഈ ഹെഡർ മാത്രമാണ് വരുന്നത്. അപ്പൊ എന്തായാലും അവിടെ വെർട്ടിക്കൽ ജോയിന്റ്സ് ഉണ്ടാവും. സോ ദർ ആർ വെർട്ടിക്കൽ ജോയിന്റ് ഇസ് ദർ. ടു അവോയ്ഡ് ദ വെർട്ടിക്കൽ ജോയിന്റ്, ഫസ്റ്റ് ബ്രിക്ക് നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യാൻ എന്തായിരിക്കും, ഈ ഇംഗ്ലീഷ് ബോണ്ടില് 3/4 അതായത് 3/4 ബാറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. ഒരു 3/4 ഇഷ്ടികയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെർട്ടിക്കൽ ജോയിന്റ്സ്, ഇവിടെ വെർട്ടിക്കൽ ജോയിന്റ് അല്ല, സെയിം ലൈനിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ അവോയ്ഡ്. കണ്ടില്ലേ, ഇപ്പൊ വെർട്ടിക്കൽ ജോയിന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇൻ കേസ് വി ആർ നോട്ട് പ്ലേസിംഗ് ദ 3/4 ബാറ്റ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, എല്ലാം സെയിം ലൈനിൽ വരും. നിങ്ങൾ ആലോചിക്കുക, ആദ്യത്തെ ലെയർ വെച്ചു 10 വെച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു, അതിന്റെ മുകളിലും സെയിം ബ്രിക്ക് തന്നെയല്ലേ വരിയായിട്ട് വെക്കുന്നത്. അപ്പൊ സെയിം വെർട്ടിക്കൽ ലൈനിൽ ഫോം ചെയ്യും ഏത് വെർട്ടിക്കൽ ജോയിന്റ്സ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് നമ്മൾ എന്ത് ചെയ്യും, വി ആർ പ്രൊവൈഡിങ് 3/4 ബാറ്റ് ആസ് ഫസ്റ്റ് ബ്രിക്ക്. ഫസ്റ്റ് ബ്രിക്ക് നമ്മൾ വെക്കുക 3/4 ബാറ്റ് ആയിരിക്കും. അത് ഫസ്റ്റ് ലെയറിലും തേർഡ് ലെയറിലും അങ്ങനെ എന്താ പറയാ, ഓട് കോഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ ഒരു 3/4 ബാറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ദ പ്ലാൻ. ആൻഡ് ദിസ് ഇസ് ദ പ്ലാൻ. ഇതാണ് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, തേർഡ് കോഴ്സിന്റെ പ്ലാൻ വരുന്നത് കേട്ടോ. നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. എനിക്കിത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് പഠിക്കുക. നിങ്ങൾ ആലോചിക്കുക, ബ്രിക്ക് ഇങ്ങനെ അടക്കി വെക്കുകയാണ്. ഐ ജസ്റ്റ് ഷോ എ വീഡിയോ ഓഫ് ദാറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി ഞാൻ ഗൂഗിൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. സോ ഇങ്ങനെ ബ്രിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് നോൺ ആസ് ഓക്കെ. സോ ഫസ്റ്റ് ലെയറിലും തേർഡ് ലെയറിലും അല്ല ഓഡ് ലെയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 3/4 ബാറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. അതുപോലെ ഈവൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ബാറ്റിനെ ഇങ്ങനെ വെക്കും. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ലെങ്ത് വൈസിൽ തിരിച്ചങ്ങോട്ട് വെക്കും. അല്ലെങ്കിൽ നമുക്ക് 1 ബ്രിക്ക് വാൾ തിക്നെസ് നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക, നിങ്ങൾ നോക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്ട്രക്ചർ ബോണ്ട്. സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസിൽ വെക്കുക ബ്രിക്കിനെ. ഇതിലിപ്പോ ഇടയ്ക്ക് ഒരു ഇത് വരുന്നുണ്ട്, അതായത് നിങ്ങൾ ഇത്ര നോക്കുക, ഇത്ര നിങ്ങൾ നോക്കുമ്പോൾ കണ്ടില്ലേ, ലെങ്ത് വൈസ് നീളം മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ളൂ. ഈ ഫിഗറിൽ നോക്കാം, നിങ്ങൾക്ക് നീളത്തിലുള്ള ബ്രിക്ക് മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ളൂ അല്ലേ. ഹെഡർ ഫേസ് കാണാനുണ്ടോ? ഇല്ല, എല്ലാം സ്ട്രക്ചർ ഫേസ് മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ളൂ. സോ സ്ട്രക്ചർ ഫേസിൽ നീളത്തിൽ ബ്രിക്ക് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, കോൾഡ് ആസ് സ്ട്രക്ചർ ഫേസ്. കണ്ടില്ലേ, നമുക്ക് നോക്കുമ്പോ എവിടെയെങ്കിലും ഒരു ഹെഡർ ഫേസ് കാണാനുണ്ടോ? ഇല്ല, എല്ലാം സ്ട്രക്ചർ ആണ്. having 20 centimeter length. This is elevation and this is the plan. The plan of 1 brick thickness. ഇത് 1 brick thickness ഉണ്ട്. സോറി, ഇത് ഹാഫ് ബ്രിക്ക് തിക്നെസ് ആണ്. ഹാഫ് 10 സെന്റിമീറ്റർ അതിന്റെ തിക്നെസ് ഉള്ളൂ. ദിസ് ഇസ് ഹാഫ് ബ്രിക്ക് തിക്നെസ് ആണ്. ഓക്കെ, യു ഗോ ടു ഇറ്റ്. സ്ട്രക്ചർ നീളത്തിൽ വെക്കുക, എല്ലാം നീളത്തിലായിരിക്കും വെക്കുന്നുണ്ടാവുക. That is known as structure. If it is placing along the widthwise, it is known as header. And next we can speak about English bond. Okay, English bond and Flemish bond. This is important എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ബോണ്ടിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൾട്ടർനേറ്റ് ബോണ്ട് ഹെഡറും സ്ട്രക്ചറും ആയിരിക്കും. ആൾട്ടർനേറ്റ് ബോണ്ട് സ്ട്രക്ചറും ഹെഡറും ആയിരിക്കും. അതായത് ഫസ്റ്റ് ലെയർ ഹെഡർ ആണെങ്കിൽ സെക്കൻഡ് ലെയർ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ തേർഡ് ലെയർ ഹെഡർ, ഫോർത്ത്, അങ്ങനെ ഒരു ലെയർ ഹെഡർ വെക്കുകയാണെങ്കിൽ അടുത്ത ലെയർ സ്ട്രക്ചർ ആയിരിക്കും. ആ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ആൾട്ടർനേറ്റ് ലെയറിൽ ഹെഡറും സ്ട്രക്ചറും വരാം. അതായത് ഇപ്പൊ ഹെഡറിന്റെയും സ്ട്രക്ചറിന്റെ ഒരു കോമ്പിനേഷൻ. മനസ്സിലായോ? ഹെഡറിന്റെ സ്ട്രക്ചറിന്റെ ഒരു കോമ്പിനേഷൻ. ഫസ്റ്റ് ലെയർ ഹെഡർ ആണെങ്കിൽ സെക്കൻഡ് ഫേസ് എന്തായിരിക്കും? സ്ട്രക്ചർ ആയിരിക്കും. തേർഡ് ഫേസ് എന്തായിരിക്കും? ഹെഡർ ആയിരിക്കും. പിന്നെ സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ, ആ ഒരു പാറ്റേണിൽ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്?
കോൾഡ് ആസ് ഇംഗ്ലീഷ് ബോണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ബോണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, നോർമലി സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബോണ്ടാണ് എന്ത് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇതുപോലെ ബോണ്ടൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓൾട്ടർനേറ്റ് ബോണ്ട്. ഇപ്പൊ ആദ്യത്തെ ലെയർ സ്ട്രക്ചർ ആണെങ്കിൽ പിന്നത്തെ ലെയർ ഹെഡർ ആയിരിക്കും. അപ്പൊ നമ്മൾ സ്ട്രക്ചർ 20 സെന്റിമീറ്ററിന്റെ ഒരു നീളത്തിൽ ഒരു ബ്രിക്ക് വെച്ചു, അതിന്റെ മുകളിൽ തന്നെ ഹെഡർ 10 വെക്കുമ്പോൾ എന്തായാലും ഫോം വെർട്ടിക്കൽ ജോയിൻ. There is a possible to form vertical joint. So in order to avoid the vertical joint, they are placing queen closer at the beginning. Okay, queen closer എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പ്ലേസ് ചെയ്യാറുണ്ട് ബിഗിനിങ്ങിൽ. നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം അല്ലെ, ആൾട്ടർനേറ്റ് ലെയർ ഹെഡറും സ്ട്രക്ചറും. ഒന്ന് നോക്കാം, ഈ ലെയർ കംപ്ലീറ്റ് ഹെഡർ ആണ് അല്ലെ. നോക്കിയേ, ഈ ലെയർ കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്, ഈ ലെയർ കംപ്ലീറ്റ് ഹെഡർ ആണ്, ഈ ലെയർ കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്. ഹെഡർ സ്ട്രക്ചർ, സ്ട്രക്ചർ ഹെഡർ, കണ്ടില്ലേ? സോ ഇങ്ങനെ ഒരു ബ്രിക്ക് വാൾ അല്ലെങ്കിൽ ഈ ഒരു ബോണ്ടിനെ പറയുന്ന പേരാണ് കോൾഡ് ആസ് എന്ത് പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് ഇസ് കൺസിഡേർഡ് ആസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഇൻ ദ ബ്രിക്ക് മെസൻട്രി. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ് ഇംഗ്ലീഷ് ബോണ്ട്. ക്ലിയർ അല്ലേ? അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഇതൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ വരയ്ക്കണം. എത്ര ഒന്നും വരയ്ക്കണ്ട, കുറച്ച്, ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. അതെ, സ്ട്രക്ചർ വരയ്ക്കുക, ദെൻ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ആയിരിക്കും, ഹെഡർ എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ വെർട്ടിക്കൽ ജോയിന്റ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? വി ആർ പ്ലേസിംഗ് എ ക്യൂൻ ക്ലോസർ. കണ്ടില്ലേ, ഇവിടെ ഒരു ക്യൂൻ ക്ലോസർ വെച്ചേക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇത് 20 സെന്റിമീറ്റർ ആണ്, ഇത് 10. ഇതിന്റെ മുകളിൽ വന്ന എന്തുണ്ടാവുക? വെർട്ടിക്കൽ ജോയിന്റ് വരും. ഞാൻ വരച്ച് കാണിച്ചു തരാം, നോക്കട്ടെ നിങ്ങള്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ വെക്കുകയാണ്, 20 സെന്റിമീറ്ററിന്റെ സ്ട്രക്ചർ, അടുത്ത സ്ട്രക്ചർ, അടുത്ത സ്ട്രക്ചർ. ഇത് സ്ട്രക്ചറായി. ഗ്യാപ്പ് ഇത്ര വേണ്ടായിരുന്നു അല്ലെ, സോറി. അപ്പൊ ഇത് സ്ട്രക്ചറാണ്, നീളത്തിലാണ്. അപ്പൊ നമ്മൾ ഹെഡർ വെക്കാണ്ട, നമ്മൾ ക്യൂൻ ക്ലോസർ എന്നുള്ള ഹെഡർ വെക്കുകയാണെങ്കിൽ ഹെഡർ എങ്ങനെയാ? നിങ്ങൾക്കറിയാം, ഹെഡർ എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ മുകളിൽ എന്തോരും സ്ട്രക്ചർ വരും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ജോയിന്റ് എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂസ് ലൈനിൽ വരും. കണ്ടോ? കാരണം നമുക്കത് 20 സെന്റിമീറ്റർ, 20 സെന്റിമീറ്ററിന് മുകളിൽ 10 വെച്ച് കഴിഞ്ഞാൽ 20ആയി. സോ അതെന്തുണ്ടാവും? വെർട്ടിക്കൽ ജോയിന്റ്സ് ഫോം ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വി ആർ പ്ലേസിംഗ് എ ക്യൂൻ ക്ലോസർ. ക്യൂൻ ക്ലോസർ എന്തെന്ന് എല്ലാവർക്കും അറിയാം. ലെങ്ത് വൈസിൽ ബ്രിക്കിനെ കട്ട് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. കണ്ടില്ലേ? സെക്കൻഡ് ഹെഡറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? വി ആർ പ്ലേസിംഗ് എ ക്യൂൻ ക്ലോസർ. ദിസ് ഇസ് ദ പ്ലാൻ, ദിസ് ഇസ് ദ എലിവേഷൻ ആൻഡ് ദിസ് ഇസ് ദ പ്ലാൻ. അപ്പൊ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് മുകളിലത്തെ 1 ബ്രിക്ക് വാൾ തിക്നെസ്, താഴെയുള്ളത് 1.5 ബ്രിക്ക് വാൾ തിക്നെസ്, 20 സെന്റിമീറ്ററും 30 സെന്റിമീറ്ററും. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്യുക. നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ പറഞ്ഞുതരാം. ഞാനത് ഓൺലൈനിൽ നമുക്ക് ഇത്ര അധികം എക്സ്പ്ലനേഷൻ എന്താ പറയാ, ഞാൻ വെറുതെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് go to this figure and you study the theory and look forward so you can easily understand. Then Flemish bond. So Flemish bond എന്ന് പറഞ്ഞാൽ സെയിം ലെയറിൽ തന്നെ സ്ട്രക്ചറും ഹെഡറും വരാം. നോക്കാം, ഫിഗറില്ല, കാണിച്ചു തരാം. സെയിം ലെയറിൽ തന്നെ എന്ത് വരാം? സ്ട്രക്ചറും വരാം, ഹെഡറും വരാം. മറ്റേത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മറ്റേത് സെയിം കോഴ്സിൽ ഹെഡർ മാത്രം, പിന്നെ സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ. ഇവിടെ അങ്ങനെയല്ല, സെയിം കോഴ്സിൽ തന്നെ ഹെഡറും വരും, സ്ട്രക്ചറും വരും. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം. ഇത് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, തേർഡ് കോഴ്സ്, ഫോർത്ത്. ഓക്കെ, ഈ കോഴ്സ് നോക്കതെ സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ, സോറി അത് മിസ്റ്റേക്കിൽ ഡ്രോൺ, സ്ട്രക്ചർ, സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ, അങ്ങനെ ആയിരിക്കും വെക്കുന്നുണ്ടാവും കേട്ടോ. ഫിഗറിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലേ? സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ, അങ്ങനെ വേണം വരാൻ. സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ, സ്ട്രക്ചർ ഹെഡർ. അതായത് സെയിം ലെയറിൽ തന്നെ എന്ത് വരാ? സ്ട്രക്ചറും വരാ, ഹെഡറും വരാ. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലെമിഷ് ബോണ്ട്.
So we can see the Flemish bond thickness and all. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫ്ലെമിഷ് സെയിം കോഴ്സിൽ ഹെഡറും വരാം സ്ട്രക്ചറും വരാം. ഓക്കെ 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 ക്ലിയർ ആയോ നിങ്ങൾക്ക്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടേംസ്? ബാറ്റ് എന്താ, ഇൻക്ലോസർ എന്താ, ക്യൂൻക്ലോസർ എന്താ, ബോണ്ട് എന്താ, ലാപ്പ് എന്താ, സൈസ് ഓഫ് ദ ബ്രിക്ക് എന്താ? ക്ലിയർ? ഓക്കെ. So what are the different bond? English bond, Flemish, sorry, English bond, header bond, structure bond, English bond and Flemish bond. Header എന്ന് പറഞ്ഞാൽ ഹെഡർ മാത്രം, ഫ്രണ്ട് വ്യൂല് ഹെഡർ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രണ്ട് വ്യൂല് സ്ട്രക്ചർ മാത്രം. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ലെയറിൽ ആൾട്ടർനേറ്റ് ലെയറിൽ സെയിം കോഴ്സ് അല്ലെങ്കിൽ ഹെഡർ കോഴ്സ് സ്ട്രക്ചർ കോഴ്സ്, ഹെഡർ കോഴ്സ് സ്ട്രക്ചർ കോഴ്സ്. ഇതാവുമ്പോ എങ്ങനെയാ, സെയിം കോഴ്സിൽ സ്ട്രക്ചറും വരും ഹെഡറും വരും, സെയിം കോഴ്സിൽ ഹെഡറും വരും ഹെഡറും ഇത് വരും. ഓക്കെ, ഇത് സ്റ്റഡി ആൻഡ് ആൾസോ ഫിഗർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 1 ബാൾ തിക്നെസ്സും 1 ബ്രിക്ക് തിക്നെസ്സും 1.5 ബ്രിക്ക് തിക്നെസ്സും ഏതിന്റെ പഠിക്കണം? ഫ്ലെമിഷിന്റെ ഇംഗ്ലീഷിന്റെ പഠിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പ്ലാനും എലിവേഷൻ വരയ്ക്കുന്ന എക്സാമിനേഷൻ ചോദിക്കും. ഓക്കെ, നമുക്കൊരു എക്സ്പെരിമെന്റ് വരുന്നുണ്ട് ഇതില് ലാബില്, ഒരു വാള് കൺസ്ട്രക്ട് ചെയ്യാൻ. നിങ്ങൾ അതിന്റെ എന്താ പറയുന്നത് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളൂ. ഇത്രേ ഉള്ളൂ വാൾ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 20 തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്താൽ കാൽക്കുലേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാം. ഓക്കെ, വേറെ എക്സ്പെരിമെന്റ് ഉണ്ട്, അത് കംപ്ലീറ്റ്, ഇംഗ്ലീഷ് ബോണ്ടിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ റെക്കോർഡിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 20 തീയതി തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണേ. 20 തീയതി ഉച്ചയ്ക്ക് ശേഷം, രാവിലെ നമുക്ക് എക്സാം, ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഈ പറയുന്ന എല്ലാ എക്സ്പെരിമെന്റ് എഴുതാം കേട്ടാ. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ കുറച്ച് മെറ്റീരിയൽ, 7 എക്സ്പെരിമെന്റ്